Good morning to all. Welcome to our accountancy class. In the previous class, we discussed about what is not-for-profit organization and what are the features of not-for-profit organization. അതുപോലെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് ഏതൊക്കെയായിരുന്നു നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് വൺ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, സെക്കൻഡ് വൺ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, തേർഡ് വൺ ബാലൻസ് ഷീറ്റ്. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എന്താണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, അതുപോലെ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്തൊക്കെയാണ്, ദെൻ എങ്ങനെയാണ് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്? എന്താണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്? ഇത് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ടേമാണ് റെസിപ്റ്റ്, അതുപോലെ പേയ്മെൻറ്റ്. എന്താണ് റെസിപ്റ്റ്? റെസിപ്റ്റ് മീൻസ് റിസീവിങ്സ് അല്ലേ, അതായത് ഒരു ഓർഗനൈസേഷൻ എന്താണോ റിസീവ് ചെയ്യുന്നത് അതിനെ നമ്മൾ പറയുന്ന പേരാണ് റെസിപ്റ്റ്. വാട്ട് ഈസ് പേയ്മെൻറ്റ്? ഒരു ഓർഗനൈസേഷൻ എന്താണോ കൊടുക്കുന്നത്, പേയ്മെൻറ്റ് നടത്തുന്നത്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് പേയ്മെൻറ്റ്സ്. നമുക്ക് നോക്കാം വാട്ട് ഈസ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. മീനിങ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. Receipt and payment account is a summary of cash receipt and cash payment for a certain period including bank balance. അതായത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിൽ എല്ലാ റെസിപ്റ്റും കാണിക്കും, ക്രെഡിറ്റ് സൈഡിൽ എല്ലാ പേയ്മെൻറ്റ്സും കാണിക്കും. അതേപോലെ തന്നെയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എല്ലാ റെസിപ്റ്റും കാണിക്കും, ക്രെഡിറ്റ് സൈഡിൽ എല്ലാ പേയ്മെൻറ്റ്സും കാണിക്കും. ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡും അതുപോലെ ക്യാഷ് അറ്റ് ബാങ്കും ഉപയോഗിച്ചിട്ടാണ്. Then debit all receipt whether the revenue and capital nature. Receipt and payment account ഡെബിറ്റ് സൈഡിൽ എല്ലാ റവന്യൂ മീൻസ് ഇൻകം അല്ലെങ്കിൽ എല്ലാ റെസിപ്റ്റുകളാണ് ഡെബിറ്റ് ചെയ്യുന്നത്. അത് റവന്യൂ നേച്ചറാണോ അതുപോലെ ക്യാപിറ്റൽ നേച്ചറാണോ എന്ന് നോക്കാതെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്. എന്താണ് റവന്യൂ നേച്ചർ, എന്താണ് ക്യാപിറ്റൽ നേച്ചർ? റവന്യൂ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം, അതായത് ആ ഒരു റവന്യൂവിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റെസിപ്റ്റിൻ്റെ ഡ്യൂറേഷൻ വിത്തിൻ 1 ഇയർ ആയിരിക്കും. എന്നാൽ ക്യാപിറ്റൽ നേച്ചർ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 ഇയറിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ നേച്ചർ. നെക്സ്റ്റ് ക്രെഡിറ്റ് ഓൾ പേയ്മെൻറ്റ്സ് വെദർ ദ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ നേച്ചർ. ക്രെഡിറ്റ് ചെയ്യുന്നത് എല്ലാ പേയ്മെൻറ്റ്സും ആണ്, അതും ക്യാപിറ്റൽ നേച്ചറാണോ റവന്യൂ നേച്ചറാണോ എന്ന് നോക്കാതെയാണ് എല്ലാ പേയ്മെൻറ്റ്സും ക്രെഡിറ്റ് ചെയ്യുന്നത്. വിൽ നോട്ട് റെക്കോർഡ് നോൺ ക്യാഷ് ഐറ്റംസ്. നോൺ ക്യാഷ് ഐറ്റംസ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാറില്ല. ഫോർ എക്സാമ്പിൾ ഡിപ്രീസിയേഷൻ. നെക്സ്റ്റ് ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ക്യാഷ് ബുക്കിൻ്റെ ഒരു ചുരുക്ക രൂപമാണ്. നെക്സ്റ്റ് ഇറ്റ് പ്രിപ്പയർഡ് ഓൺ ക്യാഷ് ബേസിസ്. ക്യാഷ് ബേസിസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇറ്റ് എൻഡ്സ് വിത്ത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് അതിൻ്റെ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക്. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക്, അതായത് ബാലൻസ് ക്യാരി ഡൗണിനെ പറയുന്ന പേരാണ് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക്. ഇത്രയാണ് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ മീനിങ്. നെക്സ്റ്റ് ടോപ്പിക് ഫോർമാറ്റ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഫോർമാറ്റ് ഡെബിറ്റ് സൈഡ് റെസിപ്റ്റ്, ദെൻ എമൗണ്ട്,
ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റ് എമൗണ്ട്. ദെൻ ഹെഡിങ് കൊടുക്കുക റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഡേറ്റ് നിങ്ങളവിടെ എഴുതണം. ദെൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് കാണിക്കുന്നത് ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. ബാലൻസ് ബ്രോഡ് ഡൗൺ ഫസ്റ്റ് ക്യാഷ് ബാലൻസ് ഉണ്ടായിരിക്കാം. ദെൻ നെക്സ്റ്റ് ബാങ്ക് ബാലൻസ്. നെക്സ്റ്റ് കാണിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ്റെ കേസിൽ ഫോർ പ്രീവിയസ് ഇയർ, ഫോർ കറൻറ്റ് ഇയർ, ഫോർ നെക്സ്റ്റ് ഇയർ. അതായത് കഴിഞ്ഞ വർഷത്തെ കാണിക്കണം. ദെൻ കറൻറ്റ് ഇയർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇയറിലെ കാണിക്കണം. ദെൻ നെക്സ്റ്റ് ഇയർ അടുത്ത വർഷത്തെയും കാണിക്കണം. നെക്സ്റ്റ് എൻട്രൻസ് ഫീ. നെക്സ്റ്റ് വൺ ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്. ദെൻ ലൈഫ് മെമ്പർഷിപ്പ് ഫീ. ദെൻ ലെഗസി. നെക്സ്റ്റ് ഗ്രാൻഡ് ഫ്രം ഗവൺമെൻറ്. ദെൻ കോൺട്രിബ്യൂഷൻ ഓഫ് ആനുവൽ ഡിന്നർ. നെക്സ്റ്റ് ഡിവിഡൻഡ്. ദെൻ ഇൻട്രസ്റ്റ്. റെസിപ്റ്റ് ഓൺ ആനുവൽ സ്പോർട്സ്, സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ, സെയിൽ ഓഫ് ഓൾഡ് മാഗസിൻ, സൺട്രി റെസിപ്റ്റ്. ദെൻ ക്രെഡിറ്റ് സൈഡ് പേയ്മെൻറ്റ്സ് ഫസ്റ്റ് ബാലൻസ് ബ്രോഡ് ഡൗൺ ബ്രാക്കറ്റിൽ കാണിച്ചിട്ടുണ്ട്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അത് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണോ അല്ലേ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് ആനുവൽ സ്പോർട്സ് എക്സ്പെൻസസ്. ദെൻ സാലറീസ് ആൻഡ് വേജസ്, റെന്റ് റേറ്റ് ആൻഡ് ടാക്സസ്, ഇൻഷുറൻസ്, ഫർണിച്ചർ, സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ്, ബുക്സ് ആൻഡ് പീരിയോഡിക്കൽസ്, ഓഡിറ്റ് ഫീസ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഹോണറേറിയം, ബാങ്ക് ചാർജസ്, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം, വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി, കൺവെയൻസ് ആൻഡ് ട്രാവലിംഗ്, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്, സൺട്രി എക്സ്പെൻസസ്, ആനുവൽ ഡിന്നർ എക്സ്പെൻസസ്, ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത്രയാണ് ക്രെഡിറ്റ് സൈഡിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവും ആണെങ്കിൽ ഡിഫറൻസ് വരിക. ഡിഫറൻസ് വരുന്നത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ഇനി നേരെ റിവേഴ്സ് ആണെങ്കിൽ, അതായത് ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവുമാണെങ്കിൽ ഡിഫറൻസ് വരുന്നത് ഡെബിറ്റ് സൈഡിലായിരിക്കും. കിട്ടുന്ന ബാലൻസ് ക്യാരി ഡൗൺ ടോട്ടൽ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് കുറവെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കിട്ടുന്ന ബാലൻസ് ക്യാരി ഡൗൺ ക്യാഷ് ബാലൻസ് ഓർ ബാങ്ക് ബാലൻസ് ആയിരിക്കും. ഇനി നേരെ റിവേഴ്സ്, ഡെബിറ്റ് സൈഡിലാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ, അതായത് ബാലൻസ് ക്യാരി ഡൗൺ വരുന്നതെങ്കിൽ ആ കിട്ടുന്ന ഡിഫറൻസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. ഈ പറഞ്ഞിട്ടുള്ളതാണ് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റിൽ ഒരുപാട് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. ഇത്ര ഐറ്റംസ് ഒന്നും സാധാരണ എക്സാമിന് ചോദിക്കാറില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഐറ്റംസ് ഫോർമാറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നോട്ട്ബുക്കിലേക്ക് വരച്ച് എഴുതി വയ്ക്കുക.